ആശങ്കയോടുകൂടിയാണ് ഈ വകുപ്പിലേക്ക് വന്നിട്ടുണ്ടാവുക. ഇപ്പോൾ സംതൃപ്തിയുടെ ആണോ ഈ കാലാവധി പൂർത്തിയാക്കുന്നത്? അതെ അതെ, വളരെ സംതൃപ്തിയാണ്. കാരണം ഇത്രയധികം സാധാരണക്കാരെ, പാവപ്പെട്ട ആളുകളെ, ജനങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞതിൻ്റെ നല്ല ആത്മവിശ്വാസവും നല്ല അഭിമാനബോധവുമാണ് ഈ അവസാന നാളിൽ. അതുതന്നെയാണോ ഈ മിഷൻ 110 എന്നൊക്കെ മുഖ്യമന്ത്രി ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം വരുന്നത്? ഇതിൻ്റെയൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ആത്മവിശ്വാസമാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അല്ല അസംബ്ലി തിരഞ്ഞെടുപ്പ്. കേരളത്തെ ഭാവി കേരളമായി, നവകേരളമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടതുപക്ഷത്തിനെ കഴിയൂ എന്നുള്ളത് വാസ്തവമാണ്. മന്ത്രിമാർ ഒക്കെ മത്സരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് തെളിയിക്കുക കൂടിയാണോ മന്ത്രിമാരൊക്കെ വീണ്ടും ജനവിധി തേടാൻ ഇറങ്ങുമ്പോൾ? അത്തരമൊരു സന്ദേശമാണോ നൽകുന്നത്? ഭരണവിരുദ്ധ വികാരം ഉണ്ടായതായി ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ല. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള ചില വിമർശനങ്ങളുണ്ട്. ഭരണത്തിലെ ചില വകുപ്പുകളെക്കുറിച്ചും ചില ഇടപെടലിനെക്കുറിച്ചൊക്കെ വിമർശനമുണ്ടാകും. അതെല്ലാം ഭരണവിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമാണ് ഉണ്ടായതായി ആരും അങ്ങനെ പറയുന്നില്ല. ജില്ലാ പഞ്ചായത്തുകളുടെ വോട്ടിൻ്റെ കണക്കുകളെടുത്ത് പല ജില്ലകൾ നോക്കിയാൽ വളരെ മുന്നിലാണ്. ഒരു രാഷ്ട്രീയ മത്സരത്തിലേക്ക് വരുന്ന കേന്ദ്രങ്ങളിലെല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടാണ് വിധിയെടുത്ത് കാണാൻ കഴിയുന്നത്. എന്തായാലും മന്ത്രിമാരൊക്കെ, തങ്ങളടക്കം മന്ത്രിമാരൊക്കെ വീണ്ടും ജനവിധി തേടാൻ ഇറങ്ങും എന്ന് പാർട്ടി തീരുമാനിച്ചാൽ ജനവിധി തേടാൻ ഇറങ്ങും. ജനവിധി തേടുന്നതിനൊരു ഭയപ്പാടുമില്ല എന്നുള്ളത് അഭിമാനത്തോടെ പറയാൻ കഴിയും.